കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ 23 പ്രതികൾ. വിവരങ്ങളുമായി കെ ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, 23 പ്രതികളാണുള്ളത്. ഒപ്പം എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? കൊടകര കുഴൽപ്പണക്കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 23 പ്രതികളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആലപ്പുഴയിലുള്ള പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീർ കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകര വെച്ച് കൊള്ളയടിക്കപ്പെടുകയായിരുന്നുവെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ കുറ്റപത്രത്തിലുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, പറഞ്ഞോളൂ. വർഷ, ഇത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ കൊടകരയിൽ പണം കവർച്ച ചെയ്തത്. അത് അന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് ആദ്യം അന്വേഷണം നടത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് BJPക്ക് വേണ്ടി കേരളത്തിൽ കള്ളപ്പണം എത്തിച്ചു എന്നാണ് അന്ന് പോലീസ് കണ്ടെത്തിയത്. ആദ്യം 25 ലക്ഷം രൂപയും കാറും തൃശൂർ ജില്ലയിലെ കൊടകരയിൽ വെച്ച് കൊള്ളയടിച്ചതിനെ തുടർന്നാണ് അന്ന് ഡ്രൈവറുടെ പരാതി പോലീസ് കേസെടുത്ത് വിശദമായി അന്വേഷണം നടത്തിയത്. അതിനുശേഷം കണക്കിൽപ്പെടാത്ത 3.5 കോടി രൂപ കൂടി കൊള്ളയടിച്ചു എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഇതേ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ അന്വേഷണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിന് തന്നെ ഏറെ കാലതാമസം എടുത്തു. കാരണം BJP നേതാക്കളടക്കം അവരുടെ പങ്കടക്കം സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് ഇത് കാര്യമായി അന്വേഷണം നടത്താതെ ED മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ അന്വേഷണം നടത്തിയത്. ഇപ്പോൾ അവർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ കുറ്റപത്രമാണെങ്കിൽ ഏറെ കൗതുകം ഉളവാക്കുന്നതാണ്. അതായത് ഇത് BJP നേതാക്കളോ അല്ലെങ്കിൽ BJPയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കുറ്റപത്രം സമർപ്പിച്ചു കലൂർ PMLA കോടതിയിലാണ് സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിൽ 23 പ്രതികളുണ്ട് എന്നവർ പറയുന്നു. ആ പ്രതികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച ലിസ്റ്റും അവർ തന്നിട്ടുണ്ട്, വിശദമാക്കുന്നുണ്ട്. അതിലെവിടെയും BJP നേതാക്കൾ ഉള്ളതായി പറയുന്നില്ല. എന്ന് മാത്രമല്ല, ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി ഈ ഡ്രൈവറായ ഷംജീറിന്റെ കൈവശം ധർമ്മരാജ് എന്ന് പറയുന്നയാൾ കൊടുത്തുവിട്ട 3.56 കോടി രൂപയാണ് കൊടകരയെ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത് എന്നാണ് EDയുടെ കണ്ടെത്തൽ. മറ്റൊന്നും തന്നെ ഇത് BJP ഓഫീസിലേക്കാണെന്നോ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഫണ്ടാണെന്നോ അങ്ങനെയൊന്നും തന്നെ EDയുടെ കണ്ടെത്തലായി പറയുന്നില്ല. ED വിശദീകരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ആ ഡ്രൈവറുടെ കൈവശം ധർമ്മരാജ് 3.56 കോടി രൂപ കൊടുത്തുവിട്ടു. അത് കൊടകര വെച്ച് ഒരു സംഘം കൊള്ളയടിച്ചു കൊണ്ടുപോയി. അതായത് ഇത് കുഴൽപ്പണമാണ് എന്ന് ED പറയുന്നില്ല, അങ്ങനെയാണോ ഉമേഷ്? എന്ന് മാത്രമല്ല, അതിൽ BJP നേതാക്കൾക്ക് യാതൊരു പങ്കുമില്ല എന്നും ED അങ്ങനെയാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വന്നിട്ട് BJPയുടെ തൃശ്ശൂരിലുള്ള ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വിശദമായ വെളിപ്പെടുത്തലൊക്കെ നേരത്തെ വന്നതാണ്. പണം ചാക്കുകളിലാക്കി BJP ഓഫീസിലേക്ക് എത്തിച്ചു. അവിടെ നിന്നാണ് കടത്തിക്കൊണ്ടുപോയത്. ഈ 3.5 കോടി രൂപ കടത്തിക്കൊണ്ടുപോയത് ധർമ്മരാജ് എന്ന് പറയുന്ന ആൾ ചാക്കിൽ പണവുമായി വന്നത് താൻ കണ്ടതാണ്. അന്ന് BJP നേതാക്കളുടെ സമ്മർദ്ദത്തിൽ ഉള്ളത് കൊണ്ടാണ് അത് വെളിപ്പെടുത്താതിരുന്നത്. തിരൂർ സതീഷ് അടക്കം വെളിപ്പെടുത്തിയതാണ്. അതിന്മേൽ പോലീസ് വിശദമായ അന്വേഷണവും നടത്തി വരുന്നുണ്ട്. തുടരന്വേഷണം അടക്കം നടത്തി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് EDയുടെ ഇത്തരത്തിൽ വിചിത്രമായ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഇത് ആലപ്പുഴയിലുള്ളവർ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ പണമാണ് കൊള്ളയടിച്ചത്. ആ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകളൊക്കെ ധർമ്മരാജ് ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് കണ്ടെത്തിയ ഈ കളവ് മുതലിന് പുറമെ ED 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവുമൊക്കെ കണ്ടുകെട്ടിയിട്ടുമുണ്ട്. BJPയുമായി ബന്ധപ്പെടുത്തുന്ന തെളിവൊന്നും തന്നെ ഇല്ല. മാത്രമല്ല, ഇതിൽ ഇനി തുടരന്വേഷണം നടത്തേണ്ട സാഹചര്യവുമില്ല എന്നൊക്കെയാണ് ED കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത്. ശരി ഉമേഷ്, BJPയുമായി ഒരു ബന്ധവുമില്ല ഈ കൊടകര കുഴൽപ്പണ കേസിന് എന്നാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. തുടരന്വേഷണവും വേണ്ട എന്നും ഇപ്പോൾ ED പറയുന്നുണ്ട്. വിവരങ്ങളാണ് കെ ഉമേഷ് നൽകിയത്.